അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. ഇന്നലെ നോമ്പ് തുറക്കുമ്പോൾ ആദ്യം കഴിച്ചത് എന്താണ്? എല്ലാവരും ഒന്ന് പെട്ടെന്ന് കമൻറ്റിൽ ടൈപ്പ് ചെയ്യണം. ആദ്യം കഴിച്ചത് എന്താണ്? മാഷാ അല്ലാഹ്, കുറേ ആളുകൾ ഈത്തപ്പഴം, കാരക്ക, വെള്ളം, അതൊക്കെ തന്നെയാണ് എല്ലാവരും, അല്ലേ? നമുക്കറിയാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണത്. അതുകൊണ്ട് ഈത്തപ്പഴമാണ് നമ്മൾ ആദ്യം നോമ്പ് തുറക്കുമ്പോൾ കഴിക്കാറുള്ളത്. ചിലപ്പോൾ ജ്യൂസൊക്കെ നല്ല പാത്രത്തിൽ ഇങ്ങനെ ഫുള്ള് ജ്യൂസ് അടിച്ച് കൊണ്ടുവെക്കുമ്പോൾ മനസ്സിങ്ങനെ ഒന്ന് ആദ്യം ജ്യൂസ് കുടിച്ചാലോ എന്ന് തോന്നുമോ? ഇല്ല, തോന്നൂല. കാരണം നമുക്ക് ഒരു നന്മ നഷ്ടപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച ഒരു പുണ്യം നമുക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ആദ്യം ഈത്തപ്പഴമാണ്, അതില്ലെങ്കിൽ നമ്മൾ വെള്ളം, അല്ലേ? അങ്ങനെയൊക്കെയാണ് നമ്മൾ നോമ്പ് തുറക്കാറുള്ളത്. എന്നാൽ നോമ്പ് തുറന്ന ഉടനെ ഒരു പ്രാർത്ഥന ഉണ്ടല്ലോ. നമ്മൾ വെള്ളം കുടിച്ച് ദാഹം തീർന്നാൽ, വിശപ്പ് ക്ഷമിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, ദഹബദ്ദമഉ വബ്തല്ലത്തിൽ ഉറൂഖു വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്. ദഹബദ്ദമ, ദാഹം തീർന്നു. വബ്തല്ലത്തിൽ ഉറൂഖ്, ഞരമ്പുകൾ നനഞ്ഞു. വസബത്തൽ അജ്റു ഇൻഷാ അല്ലാഹ്, അള്ളാഹു ഉദ്ദേശിച്ചാൽ പ്രതിഫലം സ്ഥിരപ്പെട്ടു. ഈ പ്രാർത്ഥന സുന്നത്താണ്. നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ ആ വിഭവങ്ങളൊക്കെ കാണുന്നതിനിടയിൽ പ്രാർത്ഥന മറന്നു പോകരുത്. വളരെ പ്രധാനപ്പെട്ടതാണ് പ്രാർത്ഥന നിർവഹിക്കുക എന്നത്. അപ്പോൾ ഉപ്പാനോട് നമ്മൾ പറയണം, ഉപ്പ പ്രാർത്ഥിച്ചോ, ഉമ്മച്ചി പ്രാർത്ഥിച്ചോ, അനിയനോട് മോനെ പ്രാർത്ഥിച്ചോ എന്ന് ചോദിച്ച് പരസ്പരം ഓർമ്മപ്പെടുത്തി ഈ സുന്നത്ത് നഷ്ടപ്പെടുത്താതെ ഓരോ നോമ്പും, ഇനിയുള്ള ഓരോ നോമ്പും തുറക്കുമ്പോൾ ആ വിഷയം നമ്മൾ ശ്രദ്ധിക്കണം. പ്രാർത്ഥന പ്രിയപ്പെട്ട കൂട്ടുകാർ മറക്കാതിരിക്കുക. ഇന്നത്തെ ചോദ്യം എല്ലാവരും അത് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. റമദാൻ എന്ന പദം ഖുർആനിൽ എത്ര തവണ വന്നു എന്നതാണ്, അല്ലേ? ഖുർആനിൽ 114 സൂറത്തുകൾ നമുക്കറിയാം. അതിലെത്ര സ്ഥലത്ത് വന്നിട്ടുണ്ടായിരിക്കും റമദാൻ? ഒന്ന് കമൻറ്റിലൊന്ന് ടൈപ്പ് ചെയ്ത് നോക്കൂ. അന്വേഷിച്ചവർ, ഇന്നലെ ഞാൻ പറഞ്ഞിരുന്നു അന്വേഷിക്കണം എന്നുള്ളത്. ചിലരൊക്കെ അന്വേഷിച്ചിട്ടുണ്ടാകും. ചില ആളുകൾ ഏതായാലും ഉസ്താദെന്ന് പറയല്ലോ, പിന്നെ വെറുതെ ഞാൻ അന്വേഷിച്ച് എൻ്റെ വിലപ്പെട്ട സമയം നഷ്ടപ്പെടുത്തണമെന്നൊക്കെ ചിന്തിച്ചവരുണ്ടാകും. ഏതായിരുന്നാലും പിന്നെ നമുക്ക് ഉത്തരം പറയാം. റമദാൻ എന്ന പദം ഖുർആനിൽ ഒരു തവണയാണ് വന്നിട്ടുള്ളത്. അത് സൂറത്തുൽ ബഖറയിലാണ്, 185 ആയത്തിലാണ്. ഇപ്പം നമ്മുടെ വീട്ടിൽ ചിലപ്പോൾ അമാനി മൗലവിയുടെ തഫ്സീർ ഉണ്ടാവും, അല്ലേ? അമാനി മൗലവിയുടെ തഫ്സീർ, ഖുർആനിൻ്റെ വിശദീകരണം ബഹുമാന്യനായ അമാനി മൗലവി രചിച്ചിട്ടുണ്ട്. ആ തഫ്സീർ വെച്ചുകൊണ്ട് ഖുർആൻ വിജ്ഞാന പരീക്ഷ നടക്കുന്നുണ്ട് റമദാനിൽ. നമ്മുടെ ഉമ്മയോട് ഖുർആൻ വിജ്ഞാന പരീക്ഷ എഴുതാൻ നമ്മൾ പറയണം. ഉപ്പാനോട് പറയണം, ഉപ്പ ഞാൻ കേൾക്കുന്നത് പോലെ, ഞാൻ പഠിക്കുന്നത് കണ്ടില്ലേ, അതുപോലെ ഖുർആൻ വിജ്ഞാന പരീക്ഷ ഉണ്ട്, ഉപ്പ ഖുർആൻ വിജ്ഞാന പരീക്ഷ എഴുതണം. കാക്കാനോട് പറയണം, കാക്ക ഖുർആൻ വിജ്ഞാന പരീക്ഷയുണ്ട്. അങ്ങനെ നമ്മുടെ കുടുംബമൊക്കെ പഠിക്കണം. നമ്മൾ മാത്രം പഠിച്ചാൽ മതിയോ? അപ്പോൾ ഉപ്പാനോടും ഉമ്മാനോടും ഖുർആൻ വിജ്ഞാന പരീക്ഷ പഠിക്കാൻ പറയണം. നമ്മൾ എന്ത് ചെയ്യുക? സൂറത്തുൽ ബഖറയിലെ 185 ആയത്ത് ഇന്ന് ഉമ്മയോടൊന്ന് വായിച്ചു തരാൻ പറയുക, അല്ലെങ്കിൽ ഉപ്പാനോടൊന്ന് വായിച്ചു തരാൻ പറയുക. ആ ആയത്തൊന്ന് കേട്ട് അതിൻ്റെ വിശദീകരണം നമ്മളൊന്ന് അവരോടൊന്ന് വായിച്ചു തരുന്നതൊന്ന് കേൾക്കാൻ ശ്രമിക്കുക. വലിയ കുട്ടികളായി കഴിഞ്ഞാൽ അമാനി മൗലവിയുടെ തഫ്സീർ അതൊന്ന് തുടക്കം മുതൽ അവസാനം വരെ വായിക്കുക എന്ന ഒരു ലക്ഷ്യം നമുക്കുണ്ടാകണം. അള്ളാഹു സഹായിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. കൂട്ടുകാരെ, അറിയാമല്ലോ, മാർച്ച് 23 ഓൺലൈനായി നടക്കുന്ന അലിഫ് കിഡ്സ് എക്സാമിന്റെ സിലബസ് റമളാൻ ചങ്ങാതിയുടെ 1 മുതൽ 20 വരെയുള്ള പാഠഭാഗങ്ങളും ക്ലാസുകളുമാണ്. എല്ലാവരും നന്നായി പഠിക്കണേ.